ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചായിരുന്നു. ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് എത്ര അലോട്ട്മെന്റ്സ് ആണ് ഈ LBS ബാക്കിയുള്ളത്, അതുപോലെ സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ്, NRI അലോട്ട്മെന്റ്, അതുപോലെ ഒരു കുട്ടിക്ക് എത്ര അലോട്ട്മെന്റിൽ പങ്കെടുക്കാം, NOC നിർബന്ധമാണോ, അതുപോലെ നിങ്ങൾ പേ ചെയ്ത ഫീയും കാര്യങ്ങളും എങ്ങനെയാണ് ട്രാൻസ്ഫർ ആകുന്നത്, ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആകുന്നത്, ഇതുപോലെയുള്ള കുറേ ഡൗട്ട്സ് ചോദിച്ച കുട്ടികൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ LBS BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓഗസ്റ്റ് 20 മുന്നേ ആയിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. അതിനുശേഷം ജോയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജസ് അവിടെ നിന്നും ക്യാൻസൽ ആവുകയും ചെയ്യും. ഇനി ഓൾറെഡി ജോയിൻ ചെയ്തിട്ടും ജോയിൻ ചെയ്യാത്ത കുറെ കുട്ടികൾ അതായത് താല്പര്യമില്ല, കോളേജിന് ഇഷ്ടപ്പെട്ടില്ല കോളേജ് എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടാവും. ഈ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാമെന്നാണ് പുതിയ LBS അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ കോളേജസും നമുക്ക് ഓപ്ഷൻ വെക്കാൻ വേണ്ടി വരും എന്നുണ്ടെങ്കിൽ പോലും സീറ്റ് വാക്കൻസി അനുസരിച്ചിട്ട് മാത്രമായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഓൺലൈൻ ആയിട്ടാണോ, അത് കുറെ പേര് ചോദിച്ചതാണ്. സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ഓൺലൈൻ ആയിട്ടും സ്പോട്ട് അലോട്ട്മെന്റ് നിങ്ങൾ പറയുന്ന സെന്ററിൽ പോകേണ്ടതുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര സ്പെഷ്യൽ അലോട്ട്മെന്റ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എത്ര വേക്കൻസി വരുന്നുവോ അതനുസരിച്ച് സ്പെഷ്യൽ അലോട്ട്മെന്റ് കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ 10 അലോട്ട്മെന്റ് വരെ, അതായത് 10 സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ NOCയുടെ കാര്യം പറഞ്ഞു വരുവാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഒരു അഡ്മിഷൻ കിട്ടി, നിങ്ങൾക്ക് അവിടെ പോകാൻ ഒരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. പക്ഷേ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ആ കോളേജിൽ കയറാം, കിട്ടിയില്ലെങ്കിൽ ഈ തേർഡ് കോളേജ് നഷ്ടപ്പെടും. അപ്പൊ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. കിട്ടിയ അഡ്മിഷൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 20 ശേഷം മാത്രമേ അതിന്റെ അപ്ഡേറ്റ്സ് LBS സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ NRI അലോട്ട്മെന്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. അതൊന്നും അപ്ഡേറ്റ് നമുക്ക് കിട്ടിയില്ല. പല കുട്ടികളും NRIയുടെ കാര്യം ചോദിക്കുന്നു, പക്ഷെ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? അഡ്മിഷൻ കിട്ടി പക്ഷേ താല്പര്യമില്ല ജോയിൻ ചെയ്യാൻ, അങ്ങനെ കുട്ടികൾക്ക് നമുക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അതുപോലെ അഡ്മിഷൻ എടുത്ത് ഫീസൊക്കെ അടച്ചതിന് ശേഷം NOC വാങ്ങിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അപ്പോൾ NOC കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ കോളേജിൽ വേണം അന്വേഷിക്കാനായിട്ട്. എല്ലാ കോളേജസും NOC തരില്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ റിസ്കിൽ വേണം ജോയിൻ ചെയ്യാതെ അടുത്ത സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതും. പല കുട്ടികളും ചോദിച്ചതാണ്, നമ്മുടെ ഓപ്ഷൻ എന്നാണ് വെക്കേണ്ടത്? അത് നമ്മുടെ ഓഗസ്റ്റ് 20 ശേഷം LBS സൈറ്റിൽ അറിയിക്കും. അപ്ഡേഷൻസ് നമ്മുടെ ചാനലിലൂടെയും അറിയിക്കുന്നതായിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ മാക്സിമം കോളേജിൽ അന്വേഷിച്ച് NOC കിട്ടുമോ എന്നത് തീരുമാനമാക്കി വെക്കുന്നതാണ് കൂടുതലും നിങ്ങൾക്ക് നല്ലത്. അതുപോലെ പാരാമെഡിക്കലിന് വരുന്ന സമയത്ത് ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് പാരാമെഡിക്കലിന് ഓപ്ഷൻ വെക്കാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞ് പാരാമെഡിക്കലിലോട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകാനും സാധിക്കുന്നതാണ്. ഇനി അടുത്തത്, നമ്മളിപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, നിങ്ങൾ അഡ്മിഷൻ എടുത്തു, ഫുൾ ഫീസും അടച്ചു, അതായത് ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീസും അടച്ചു. ഇനി നിങ്ങൾ NOC വാങ്ങി അതിനുശേഷം സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്തു, നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടി എന്ന് വെക്കുക. നിങ്ങൾക്ക് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫീസ് ട്രാൻസ്ഫർ ആകുമോ അതോ റീഫണ്ട് ആകുമോ എന്ന് കുറെ കുട്ടികൾ ചോദിച്ചിരുന്നു. ഈ ട്രാൻസ്ഫർ ആകുന്നതിന് പകരം നമുക്ക് തിരിച്ചു കിട്ടും, പക്ഷേ അത് കോളേജ് ടു കോളേജ് അല്ല ട്രാൻസ്ഫർ ആകുന്നത്. നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അക്കൗണ്ടിൽ തിരിച്ചു കിട്ടുമ്പോൾ ചിലപ്പോൾ ഡിലേ ആകാം. നിങ്ങൾക്ക് പുതിയ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് തന്നെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാം. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ എക്സ്ട്രാ ഫീസ്, അതായത് നിങ്ങൾ ഏത് അഡ്മിഷൻ എടുത്തുവോ അവിടുത്തെ എക്സ്ട്രാ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. എക്സ്ട്രാ ഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്ന ഡിലേ കാരണം ആ ഒരു ഫീ നിങ്ങൾ നെക്സ്റ്റ് കോളേജിൽ നിന്നിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുകയല്ല, അതായത് പോസ്റ്റ് വഴിയൊന്നും അയച്ചു കൊടുക്കില്ല. നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോയി വാങ്ങിയതിന് ശേഷം അടുത്ത കോളേജിലേക്ക് കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ ശ്രദ്ധിക്കുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫീസ് വരാൻ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പുതിയ ഫീസ് ആയിരിക്കണം നമ്മൾ അടുത്ത കോളേജിലേക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ നിൽക്കുന്ന കുട്ടികൾ ഫീസും കൂടി കരുതി വെക്കാൻ ശ്രദ്ധിക്കുക. സമയത്ത് ഫീസ് കിട്ടിയ കോളേജിൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ചാൻസ് കൂടി പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക. സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് പല കുട്ടികളും സെപ്പറേറ്റ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ല, നമ്മുടെ LBSന്റെ നോർമൽ അലോട്ട്മെന്റ്സിന്റെ കൂടെ തന്നെയാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെന്റും വന്നിരിക്കുന്നത്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് കിട്ടിയ ലിസ്റ്റിൽ ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഹോസ്പിറ്റലിലും കിട്ടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ SP എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് ഈഴവയാണെങ്കിൽ EZ, MU ആണെങ്കിൽ മുസ്ലിം, അങ്ങനെ വരുന്നത് പോലെ SP എന്ന് കാണുന്നതാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് ആയിട്ട് കാണിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് അലോട്ട്മെന്റ് ആയിട്ട് വരുന്നതല്ല, ഓൾറെഡി വന്ന അലോട്ട്മെന്റിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ പല കുട്ടികൾക്കും അതൊരു ഡൗട്ടായി വന്നത് കൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നമ്മുടെ LBSന്റെ ഭാഗത്ത് നിന്നും വന്ന ഒരു കാര്യം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു. പല കുട്ടികളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുകയാണ്. LBS ഇപ്പോൾ പുതിയ രീതിയിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് NOC, അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും കൂടി NOC ഇല്ലാതെ അടുത്ത അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സോൾവിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് ഓഗസ്റ്റ് 20 ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് LBS പുറത്ത് വിട്ട സ്ഥിതിക്ക് കോളേജിൽ പല കുട്ടികൾക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അവർ NOC ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട് LBSൽ നിന്നുള്ള ഓഗസ്റ്റ് 20 ശേഷമുള്ള അപ്ഡേറ്റിന് ശേഷം NOC തരാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കോളേജസിൽ NOC എങ്ങനെ കൊടുക്കാറുണ്ടോ എന്നുള്ളത് തിരക്കി വെച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഓഗസ്റ്റ് 20 ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതായത് എത്ര അലോട്ട്മെന്റ്സ് ഉണ്ടാകും, സ്പോട്ട് അലോട്ട്മെന്റ് എപ്പോഴാണ്, അതുപോലെ കോളേജിൽ ഏതൊക്കെ കോളേജസിൽ വാക്കൻസി ഉണ്ട്, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, NOC വേണമോ, ഒരുപാട് കാര്യങ്ങൾ ഓഗസ്റ്റ് 20 ശേഷം മാത്രമേ സൈറ്റിൽ വരികയുള്ളൂ. അതുവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ LBSൽ നിന്ന് നിങ്ങൾക്ക് PNC, MAC, AMC, FNCK പോകണം എന്നുണ്ടെങ്കിൽ പോലും NOC വേണം. അതായത് LBSൽ നിന്നും PNC, MACലും AMC, FNCKയുമായിട്ട് ഒരു ബന്ധവുമില്ല LBSുമായിട്ട്. അപ്പോൾ LBSൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീറ്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ NOC നിർബന്ധമാണ്. അപ്പോൾ LBSൽ കിട്ടിയിട്ടുള്ള കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് NOC നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാനേജ്മെന്റിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.